എല്ലാവർക്കും നമസ്കാരം. ശിവരാത്രി ദിവസം തന്നെ രാവിലെ ഞങ്ങളുടെ ക്ഷേത്രമായ ചാങ്കൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് ഞങ്ങൾ ആലുവാങ്കുടി എന്ന വനക്ഷേത്രം ദർശിക്കാനായിട്ട് യാത്രയായി. ഞാൻ, ഗിരീഷ് അണ്ണന്, ബ്രിൻസി അണ്ണൻ്റെ സഹോദരനായ ബ്രീനി, ഞങ്ങൾ 4 പേരുമാണ് ഈ യാത്രയിലുണ്ടായിരുന്നത്. കോന്നിയിൽ നിന്ന് 24 കിലോമീറ്ററാണ് നമ്മൾക്ക് സഞ്ചരിക്കേണ്ടതായിട്ടുള്ളത്. ഏകദേശം പുരാവസ്തു വകുപ്പിൻ്റെ കണക്കനുസരിച്ച് ഏകദേശം 2000 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിലേക്ക് നമുക്ക് പോകുവാനായിട്ട് ജീപ്പോ അല്ലെങ്കിൽ പിക്കപ്പോ അല്ലെങ്കിൽ ബൈക്ക് അങ്ങനെയുള്ള യാത്രാമാർഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഉൾവനത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1940കളിലാണ് ഈ ക്ഷേത്രം ഒരു വേട്ടക്കാരൻ വഴി പുറം ലോകം അറിയപ്പെടുന്നത്. ഭഗവാൻ പരശുരാമനാലാണ് ഈ ക്ഷേത്രം നിർമ്മിതമായിരിക്കുന്നതും ഈ ക്ഷേത്രത്തിൽ ഭഗവാൻ ശ്രീരാമൻ പൂജ നടത്തിയതായിട്ടും പണ്ട് ദേവപ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞിട്ടുണ്ട്. തണ്ണിത്തോട് റൂട്ടിലാണ് നമുക്ക് പോകേണ്ടതായിട്ടുള്ളത്. അവിടെ ഗുരുനാഥൻ മണ്ണ് എന്ന പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 7.5 കിലോമീറ്റർ നമുക്ക് വനത്തിലൂടെ തന്നെ യാത്ര ചെയ്യണം. അതും അതീവ ദുർഘടമായ പാതയാണ്. എത്ര ദുർഘടമായ പാതയായാലും നിരവധി ആൾക്കാരാണ് ഈ ഭഗവാനെ ഒന്ന് ദർശിക്കാനെ കൊണ്ട് അവിടെ വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം ആകെ തുറക്കുന്നത് മഹാശിവരാത്രി ദിവസങ്ങളിലും എല്ലാ മലയാള മാസം 1-ാം തീയതി മാത്രമാണ്. ചെറിയ വഴിയായതിനാൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ട്രാഫിക് ബ്ലോക്കും അങ്ങേയറ്റം പൊടിശല്യവും എല്ലാം സഹിച്ചിട്ടാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അതായത് ഭഗവാനെ അത്ര പെട്ടെന്നൊന്നും കാണണ്ട എന്ന് തന്നെയാണ് ഭഗവാൻ തീരുമാനിച്ചേക്കുന്നത്. കഷ്ടപ്പെട്ട് വരിക, എന്നാലേ ആ ദർശനം നമുക്ക് കിട്ടത്തുള്ളൂ. നിരവധി സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ബൈക്കിൽ നിന്ന് ഇറങ്ങി നടക്കേണ്ടതായി വന്നിട്ടുണ്ട്. കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ കുത്തുകയറ്റവും 2 പേരെ വെച്ച് പോകാൻ വണ്ടി കയറാത്ത സ്ഥലവുമൊക്കെയാണ്. ചെമ്മൺ പാതയാണ് കൂടുതലും. ഇവിടങ്ങളിലെല്ലാം പോലീസും ക്ഷേത്രത്തിലെ വോളണ്ടിയേഴ്സും എല്ലാം പ്രത്യേക സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഈ ദുരിതപൂർണമായ യാത്രയെല്ലാം കഴിഞ്ഞ് നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്. ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. അതും ശിവരാത്രി ദിവസം തന്നെ ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റി. അതൊരു വല്ലാത്ത ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. ഈ ക്ഷേത്രത്തിൽ നിരവധി ആൾക്കാരാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം പിക്കപ്പിലും അങ്ങനെയുള്ള വാഹനങ്ങളിലൊക്കെയാണ് കൂടുതൽ വന്നേക്കുന്നത്. പിക്കപ്പിൽ ഒരാൾക്ക് വരുന്നതിന് 100 രൂപയാണ് 7.5 കിലോമീറ്റർ പിക്കപ്പിൽ വരുന്നതിന് അവർ ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഒരു ക്ഷേത്രക്കുളവുമുണ്ട്. നമ്മൾ ആദ്യം പ്രാർത്ഥിച്ച് തുടങ്ങേണ്ടത് മൂലസ്ഥാനമുണ്ട്. ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം. അവിടെ പോയിട്ട് നമ്മൾ ആദ്യമേ വെറ്റയും അങ്ങനെയുള്ള കാര്യങ്ങൾ മുറുക്കാനും ഒക്കെ മലക്കി വെച്ചിട്ട് അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. ഇവിടെ എല്ലായിടത്തും നമുക്ക് ഇതുപോലെ പ്രാർത്ഥിക്കുന്നത് കാണാം. മുറുക്കാനൊക്കെ വെച്ചതിന് ശേഷം നമ്മൾക്ക് വേണ്ടി ക്ഷേത്രത്തിലെ ഊരാളിമാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർ നമ്മളെ അനുഗ്രഹിക്കുന്നു. അപ്പോൾ അവിടെ തന്നെ നമുക്ക് വേറെ പല കാഴ്ചകളും കാണാൻ പറ്റും. പലയിടത്തായിട്ട് ആൾക്കാർ കള്ളും മറ്റ് മദ്യങ്ങളും എല്ലാം അവിടെ മലക്കി വയ്ക്കുകയും അത് അവിടെ തന്നെ ഇരുന്ന് കഴിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതുപോലെ തന്നെ വേറൊരു വ്യത്യസ്തമാർന്ന കാഴ്ചയാണ് ഞാൻ അങ്ങനെ ഇങ്ങും കണ്ടിട്ടില്ല. അതായത് അവിടെ വെച്ചതിന് ആ ക്ഷേത്രത്തിൽ അവിടെ വെച്ചതിന് നിരവധി ആൾക്കാർ ആഹാരം ഉണ്ടാക്കിയിട്ട് അത് അവിടെ വരുന്ന ഓരോ ജനങ്ങൾക്കും അന്നേരം തന്നെ വീതിച്ചു കൊടുക്കുന്നു. വ്യത്യസ്തമായ പലതരം പായസങ്ങൾ, നിരവധി പുഴുക്കുകൾ, കപ്പപ്പുഴുക്ക്, അങ്ങനെ ചേമ്പ്, ചേന, ഇതെല്ലാം ഇതുപോലെ പലവിധ ആഹാരത്തിനൊരു മുട്ടും ആ ക്ഷേത്രത്തിലില്ല. അപ്പം ഞാൻ തിരക്കി അറിഞ്ഞത് ഇത് എല്ലാം ഓരോ വഴിപാടായിട്ട് ഇവിടെ നടത്തുകയാണ്. മഹാദേവനാണ് ഈ ക്ഷേത്രത്തിലെ മെയിൻ പ്രതിഷ്ഠ. കൂടാതെ ശ്രീ പാർവതി ദേവിയും വിഘ്നേശ്വരനും മുരുകനും അയ്യപ്പനും നാഗരാജാവും എല്ലാവരുമുണ്ട്. ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ. തലേ ദിവസവും നമുക്ക് ഈ രാത്രിയിൽ കാട്ടാന ഇറങ്ങിയതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അവിടെ കാണാൻ പറ്റും. ഇതൊരു കാനന ക്ഷേത്രമായതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൻ മരങ്ങളും വ്യത്യസ്തമാർന്ന ചെടികളും എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ
ഫോറസ്റ്റുകാരും അതീവ ജാഗ്രതയിലാണ്, ദുരന്ത നിവാരണ സേനയും എല്ലാം. കാരണം എന്ന് വെച്ചാൽ ഒരു ചെറിയ അശ്രദ്ധ മതി, ഒരു ചെറിയ തീപിടുത്തം ഉണ്ടായാൽ അതൊരു വൻ ദുരന്തത്തിലേക്ക് കലാശിക്കും. കാരണം എല്ലായിടത്തും ആൾക്കാർ ആഹാരം പാചകം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതീവ ജാഗ്രതയിലാണ് അവർ ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന് നമുക്ക് ഈ ക്ഷേത്രത്തിന് ചുറ്റുപാടും ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിപ്പമുള്ള മരങ്ങളൊക്കെ കാണാൻ പറ്റി. ഒരു അത്ഭുതകരമായ ഒരു സംഭവമാണ് ഈ നിൽക്കുന്ന മരം എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ വണ്ണം എന്ന് പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ മരത്തിനകത്ത് തന്നെ ഒരു പോടുണ്ട്. അതിനകത്ത് ഒരു എന്നെ പോലെയുള്ള ഒരു 3-4 പേർക്ക് ഒരേ സമയം കയറി നിൽക്കാൻ പറ്റും. അത്ര വലിപ്പമാണ്. ആ ഒരു പോടിനകത്ത് തന്നെ വേറെ ഒരു പന തഴച്ച് വളരുന്നുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഈ പോട്ടിനകത്ത് കയറി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഒരു വ്യത്യസ്തമാർന്നൊരു അനുഭവമായിരുന്നു. കാരണം ഇതൊക്കെ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത്. ഇത്ര വർഷം ഇത്രയും കാലം നമ്മുടെ അടുത്തുണ്ടായിരുന്നിട്ട് ഞങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ വരാനുള്ള ഭാഗ്യം കിട്ടിയില്ല. ഇപ്പോഴാണ് അതിൻ്റെ ഒരു അവസരം കിട്ടിയത്. ഞങ്ങളും അവിടുന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് തിരിച്ചിറങ്ങിയപ്പോഴും നിരവധി പേരാണ് വീണ്ടും മല കയറി ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. ശബരിമല വനങ്ങളുടെ ഭാഗമായിട്ടുള്ള വനമാണ് ഇവിടം. അപ്പം ഞങ്ങൾ തിരിച്ചു പോകാനെ കൊണ്ടൊരു വ്യത്യസ്തമാർന്നൊരു കാട്ടുവഴി തിരഞ്ഞെടുത്തു. അപ്പോൾ അവിടെ ഇതുപോലെ വലിയ മരങ്ങളൊക്കെ കാണാൻ പറ്റി. അപ്പോൾ എവിടെ പോയാലും നമുക്ക് അവിടെ എല്ലാം ഈ ചൂടായിട്ടുള്ള ആനപ്പിണ്ടം എല്ലാം കിടക്കുന്നത് കാണാം. അപ്പം തന്നെ നമുക്കറിയാം ഇത് ഒരു ആനത്താരയാണ്. പല ആൾക്കാരും കാൽനടയായിട്ടും എല്ലാം ഇതുവഴി കയറി പോകുന്നുണ്ട്. അത് അങ്ങേയറ്റം ഡേഞ്ചറുമാണ്. എന്നാലും സ്ഥിരമായിട്ട് പോകുന്നവരായിരിക്കാം. അവർ പേടിയൊന്നുമില്ലാതെ പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് പലയിടത്തും ആന അപ്പോൾ തന്നെ ഇതെല്ലാം ഓടിച്ചിട്ടേക്കുന്ന കമ്പും കാലുകളും എല്ലാം ഓടിച്ചിട്ടേക്കുന്നത് കാണാം. യാത്ര അവസാനിക്കുമ്പോൾ മനസ്സിലൊരു വല്ലാത്ത സന്തോഷം മാത്രം. ഓം നമഃ ശിവായ. सुंदरतर पिनाकधर हर